തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ CPM ഗൂഢാലോചനയെന്ന് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ. തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതികൾ പുറത്തായതോടെ വ്യാജ പ്രചാരണങ്ങളിലൂടെ BJP കൗൺസിലർമാരെ കുരുക്കാൻ ശ്രമിച്ചു. കൂടാതെ തമ്പാനൂർ പോലീസിന്റെ ഭാഗത്തു നിന്ന് നിരന്തര ഭീഷണിയുണ്ടായിരുന്നു. അനിലിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP മാർച്ച് നടത്തുമെന്നും കരമന ജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPMന്റെ കോർപ്പറേഷനുള്ള അഴിമതികൾ വസ്തുതകൾ നിരത്തി നഗരസഭയിൽ ശക്തമായിട്ടുള്ള പോരാടുന്ന ഒരു പൊതുപ്രവർത്തകരാണ്, ഒരു കൗൺസിലറാണ് തിരുമല അനിൽ. അങ്ങനെയുള്ള തിരുമല അനിലിനെ നശിപ്പിക്കണമെന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി CPM പോലീസിന്റെയും ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു ഗൂഢാലോചന തന്നെയാണ് ഈ മരണത്തിലേക്ക് വഴി തെളിയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം 2 പെൺകുട്ടികളും ഭാര്യയും മാത്രം ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പോലീസ് അടിക്കടി വന്ന് ഭീഷണിപ്പെടുത്തുകയും ഇന്ന് രാവിലെ പണം എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലീസ് വീട്ടിൽ വന്ന് പണം വാങ്ങാൻ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അത് താങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ആ ഒരു കുടുംബത്തിൻ്റെ ഒരു അഭിമാനവും നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയാനകമായ ഒരു മാനസിക അന്തരീക്ഷം അദ്ദേഹത്തിന് സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണം സംഭവിച്ചതുള്ളതാണ് ഏറ്റവും അവസാനം കിട്ടിയിട്ടുള്ള വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, തിരുവനന്തപുരത്തെ BJP സജീവമായ കൗൺസിലറായിരുന്നു തിരുമല അനിൽ. അദ്ദേഹം ജീവൻ ഒടുക്കിയതിന് പിന്നിൽ പോലീസിന്റെ ഭീഷണി, CPMന്റെ കള്ളക്കളി എല്ലാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ മരണം നടന്നതിന് ശേഷം ഇതൊക്കെ BJPയുടെ തലയിൽ കെട്ടിവെച്ച് കേസെടുത്ത് വലിയ വ്യാജ പ്രചാരണങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിൽ പോലും ഈ മരണത്തെ നേട്ടമാക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഭരണപക്ഷമായ CPMന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും പോലീസിൻ്റെ സഹായത്തോടെ നടക്കുന്നത്. ഇതാണിപ്പോൾ BJP ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ. കാരണം അനിലിൻ്റെ മരണത്തിന് കാരണക്കാർ BJPയും CPMുമാണ് എന്നതല്ലേ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്? ശാലിനി, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മാസം 22-ാം തീയതിയാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്താനൊരുങ്ങുന്നത്. ആ മാർച്ചിന് കാരണം ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ്, BJPയുടെ സമുന്നതനായ ഒരു നേതാവ്, തിരുമല വാർഡ് കൗൺസിലർ, ഒരു രീതിയിലും അഴിമതി ആരോപണങ്ങൾ ഇതുവരെ എത്താത്ത ഒരു നേതാവ് കൂടിയായിരുന്നു തിരുമല അനിൽ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം വന്നതിന് ശേഷം വ്യാജ വാർത്തകൾ ഒപ്പം തന്നെ വ്യാജ പ്രചരണങ്ങളടക്കം CPM അഴിച്ചുവിടുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ BJPയുടെ ഇടപെടലുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നൊക്കെയാണ് പ്രചാരണം സജീവമായി നടക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കരമന ജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: തിരുമല അനിൽ അധ്യക്ഷനായ അല്ലെങ്കിൽ ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ഒരു സഹകരണ സംഘമുണ്ട്. ആ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് അവിടെ ചില പരാതികൾ ഉയരുകയും അതിൽ ആരോ ഒരാൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇതിന്റെ പേരിൽ പോലീസ് തിരുമല അനിലിനെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. അവിടെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. 5 ലക്ഷം രൂപ ഉടനടി പോലീസ് സ്റ്റേഷൻ, അതായത് വരുന്ന തിങ്കളാഴ്ചയ്ക്കകം തന്നെ കൊണ്ടുവന്ന് നൽകണം, ഇല്ലെങ്കിൽ വീട്ടിൽ കയറി തങ്ങൾ പൈസ വാങ്ങും അല്ലെങ്കിൽ പണം വാങ്ങുമെന്നുള്ളതാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കരമന ജയൻ ആരോപിക്കുന്നത്. മക്കളുടെയും ഒപ്പം തന്നെ ഭാര്യയുടെയും മുന്നിൽ വെച്ച് ഒരു അപമാനം നേരിടേണ്ടതായി വരും എന്നുള്ള മനോവിഷമത്തിലാണ് ഇത്തരത്തിൽ തിരുമല അനിൽ ഒരു മരണത്തിലേക്കുള്ള ആശയം അല്ലെങ്കിൽ അത്തരത്തിൽ മരണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. CPM പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തിരുമല അനിലിന്റെ ഈ ഒരു വിയോഗം എന്നുള്ളതാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തലസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായ പല നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ച് CPM നേതാക്കന്മാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അഴിമതി ആരോപണങ്ങൾ മറച്ചുവെക്കാൻ ഒപ്പം തന്നെ BJP വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം പ്രതികൂട്ടാനും പ്രതിയായി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനും ഒക്കെ CPM നടത്തിയ ഒരു നാടകമാണ്. ആ നാടകത്തിന്റെയും ഗൂഢാലോചനയുടെയും ഇരയാണ് തിരുമല അനിൽ എന്നുള്ളതാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ പോലീസിനും CPMനുമെതിരെ നടത്താൻ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും തീരുമാനിച്ചിട്ടുള്ളത്, ആലോചിച്ചിട്ടുള്ളത്. 22-ാം തീയതിയിലെ മാർച്ചും അത്തരത്തിൽ തന്നെയാണ്. വിനോദ്, തീർച്ചയായും തിരുവനന്തപുരത്തെ BJP കൗൺസിലർ
തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെ ശക്തമായി ചെറുക്കുകയാണ് BJP. പോലീസിൻ്റെ ഭീഷണി മൂലമാണ് കൗൺസിലർ ജീവനൊടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് BJP ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. പോലീസിൻ്റെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ തിങ്കളാഴ്ച തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ വ്യക്തമാക്കിയിരിക്കുന്നു. വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.